ഹലോ, വെൽക്കം ടു ക്രോഷ്യ സ്റ്റോർ. സോ ഒരു ക്രോഷ്യ പ്രോജക്റ്റ് ചെയ്യുമ്പം നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റിച്ചസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 പ്ലൈ കോട്ടൺ യാൺ എടുത്തിട്ടുണ്ട്, 2.5 ക്രോഷ്യ ഹുക്കും. സോ ഫസ്റ്റ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ചെയിൻ ഇടണം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കണ്ടിട്ട് ഇത് കാണുക. So okay, let's get started. So first നമ്മൾ 10 foundation chain ഇടുക. ചെയിൻസ് ആയി 1 2 3 4 5 6 7 8 9 10 ചെയിൻ സ്റ്റിച്ചായി. ഇനി നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ഹുക്ക് സെക്കൻഡ് ചെയിനിലേക്ക്, ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യുക, സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ 2 ലൂപ്പ് കിട്ടും. 1 2 രണ്ടെണ്ണം, അതിൻ്റെ 2 യാണ് പുള്ള് ചെയ്തെടുക്കുക. അതാണ് സിംഗിൾ ക്രോഷ്യ. അപ്പം നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമുക്ക് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചിട്ട് ആ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഇനി സെക്കൻഡ് ചെയിനിലേക്ക് അതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണിനെ ഗ്രാബ് ചെയ്യുക, 2 ലൂപ്പിലൂടെയും പുള്ള് ചെയ്തെടുക്കുക. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചായി, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ആയി. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, രണ്ട് ഇതിലേയും കൂടെ ഗ്രാബ് ചെയ്ത് പുൾ ത്രൂ ഇറ്റ്. അങ്ങനെ നമ്മൾ 9 സിംഗിൾ ക്രോഷ്യയാണ് നമുക്ക് കിട്ടുക. 10 ചെയിൻസ് ഇട്ടാലും നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ കിട്ടുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 10 ചെയിൻസ് ഇട്ടതിന് ശേഷം എക്സ്ട്രാ 1 ചെയിൻ ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് 11 ചെയിൻസിന് 10 സിംഗിൾ ക്രോഷ്യ കിട്ടും. സോ ഇതിൽ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യയാണ് കിട്ടുക. നമ്മൾ അധികം ടൈറ്റ് ആക്കിയിട്ടും അധികം ലൂസാക്കിയിട്ടും യാണ് പിടിക്കരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പിടിച്ചു പോകും. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ യാണിൻ്റെയും ഹുക്കിൻ്റെയും കറക്റ്റ് നമുക്ക് എങ്ങനെ പിടിക്കാമെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ യാണും ഹുക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. സോ ഇവിടെ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യേസ് കിട്ടി. This is 9 single crochet. സോ നെക്സ്റ്റ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ സിംഗിൾ ക്രോഷ്യയായി രണ്ടാമത്തെ ബേസിക് സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ചെയിൻ 10 ചെയിൻസ് നമ്മൾ ഇടുക, സ്ലിപ്പ് നോട്ട് ഇടുക, എന്നിട്ട് 10 ചെയിൻസ് 1 2 3 4 5 6 7 8 9 10. ഓരോ പ്രോജക്ട്സിനും ഇപ്പോൾ ഓരോ പാറ്റേൺ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചെയിൻ വേണം, എത്ര സിംഗിൾ ക്രോഷ്യ വേണം എന്നുള്ളത് അതിൽ കാണിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വർക്കിംഗ് യാണിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക.
yarn over ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാണിനെ ഗ്രാബ് ചെയ്യുക, ഉള്ളിലൂടെ പുൾ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. 1 2 3. ഈ 3 ലൂപ്പിലെയും കൂടെ വർക്കിംഗ് യാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പുൾ ചെയ്തെടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈസിയാണ്, ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഒന്ന് സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാണ്. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണിനെ ഗ്രാബ് ചെയ്യുക. സോ 3 ലൂപ്പ് കിട്ടി. ആ 3 ലൂപ്പിലൂടെ പുൾ ത്രൂ ഇറ്റ്. ഓക്കെ, സോ അതേപോലെ നമ്മൾ 9 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് സ്ലോലി ചെയ്താൽ മതി. 3 ലൂപ്പിലൂടെ എടുക്കുക. സോ നമുക്ക് സ്ലോലി ചെയ്യുമ്പം തന്നെ ഇത് പ്രാക്ടീസ് ആയിട്ട് വരും. സോ യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ച് ലോക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണിനെ ഗ്രാബ് ചെയ്യുക, 3 ലൂപ്പിലൂടെ യാൺ എടുക്കുക. 1 2 3 4 5 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. സോ 6th ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സിക്സ്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. 7th 3 ലൂപ്പിലൂടെ ചെയ്യാം. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഈസി ആയിട്ട് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് വേറെ ഒരു പിന്നെ ഇപ്പോൾ ഒരു TV കണ്ടിട്ടോ ഒക്കെ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ആയി വന്നാൽ ഇതേപോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ, ലാസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. സോ വി ഹാവ് 9 ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മൾ ലാസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 ഹാഫ് ഡബിൾ ക്രോഷ്യ. സോ നമ്മൾ അടുത്തത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. തേർഡ് വൺ ഡബിൾ ക്രോഷ്യ. ഇതേപോലെ നമ്മൾ ഫൗണ്ടേഷൻ ചെയിന് 10 ചെയിൻ ഇടുക, 10 ചെയിൻ സ്റ്റിച്ച്, സ്ലിപ്പ് നോട്ട് ഇടുക, 10 ചെയിൻ സ്റ്റിച്ച് ഇടുക. 1 2 3 4 5 6 7 8 9 10. സോ ഇതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യന് ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്യുക, വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്യുക, സ്കിപ്പ് ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത സെയിം മെത്തേഡ്. പക്ഷേ ഈ ലൂപ്പിലൂടെ 2 ലൂപ്പിലൂടെയാണ് ആദ്യം എടുക്കേണ്ടത്. 2 എണ്ണത്തിലൂടെ ആദ്യം എടുക്കുക, പിന്നെ അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടും. ആ 2 ഒന്നും കൂടെ എടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. സോ അഗെയിൻ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഗ്രാബ് ചെയ്തെടുക്കുക. 2 ലൂപ്പിലൂടെ ആദ്യം യാൺ എടുക്കുക, അഗെയിൻ 2 ലൂപ്പ് കിട്ടും, അതിലൂടെ പുൾ ത്രൂ ഇറ്റ്. സോ വി ഹാവ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. തേർഡ് ഡബിൾ ക്രോഷ്യ ഇതേപോലെ we have 3 loops. So pull through 2 loops, again pull through 2 loops. So we have third double crochet.
ഹാഫ് ഡബിൾ ക്രോഷൻ്റെ സെയിം ആണ്. ലാസ്റ്റിൽ ഈ 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കാതെ രണ്ട് ലൂപ്പിലൂടെ ആദ്യം എടുക്കുക, പിന്നെ 2 ലൂപ്പിലൂടെ എടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷയും ഡബിൾ ക്രോഷയും തമ്മിലുള്ള മാറ്റം. ഡബിൾ ക്രോഷേ കുറച്ചും കൂടെ വലുതായിരിക്കും സ്റ്റിച്ച് കാണുമ്പോൾ, ലാസ്റ്റ് വന്നിട്ട് കാണുമ്പോൾ സ്റ്റിച്ച് കുറച്ച് വലുതായിരിക്കും. Yarn over, grab the yarn, pull through 2 loops and pull through 2 loops, yarn over, insert the hook in chain, so pull through 2 loops and pull through 2 loops. So we have 9 double crochet. 1 2 3 4 5 6 7 8 9 ഡബിൾ ക്രോഷേ കിട്ടി. സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു, ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു, ട്രിപ്പിൾ ക്രോഷേ അല്ല ഡബിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ട്രിപ്പിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ട്രിപ്പിൾ ക്രോഷേ ടുഗെദറും ഡബിൾ ക്രോഷേ ടുഗെദർ എങ്ങനെ ചെയ്യാമെന്നുള്ളതും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ സിംഗിൾ ക്രോഷേ ചെയ്തു, വൈറ്റ് സിംഗിൾ ക്രോഷേ, ബ്രൗൺ ഹാഫ് ഡബിൾ ക്രോഷേ, ബീജ് ഡബിൾ ക്രോഷേ. സോ എല്ലാവരും ഈ 3 സ്റ്റിച്ചും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എളുപ്പമാണ്, ഫസ്റ്റ് കുറച്ച് ടഫ് ഉണ്ടാവും, പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് എളുപ്പമായിട്ട് വരും. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്